മെയ് മാസത്തിലെ കനത്ത വേനൽച്ചൂട് കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരുവമ്പാടി ഫാം ടൂറിസം സർക്യൂട്ട് വീണ്ടും സജീവമായി. ഇതോടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് കർഷകരും ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഫാമുകളെപ്പറ്റി പഠന ലക്ഷ്യവുമായ സംഘങ്ങളുടെ വരവ് തുടങ്ങി. ഏകദിന സന്ദർശന യാത്രകൾ കൃഷിവകുപ്പ് ആത്മപഠന യാത്രകളോടെയാണ് വീണ്ടും പുനരാരംഭിച്ചത്. കോഴിക്കോട് അഗ്രോ ഫാം ടൂറിസം കാഫ്റ്റ് പദ്ധതിയുടെ ഏറ്റവും സജീവമായ ഘടകമാണ് തിരുവമ്പാടിയിലെ ഇരവഞ്ഞിവാലി ഫാം ടൂറിസം സർക്യൂട്ട് ആരംഭിച്ചത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പരിധിയിലെ മേലാറ്റൂർ, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം കൃഷിഭവനുകളിൽ നിന്നായി കർഷകരും ഉദ്യോഗസ്ഥരുമടക്കം 74 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയത്. കൃഷി ഓഫീസർമാരായ ഐശ്വര്യ മോഹൻ, ഡാസൽ സേവ്യർ, കൃഷി അസിസ്റ്റന്റുമാരായ അമീൻ, സന്ധ്യ, പ്രമീള PR, രാജീവ്, ആത്മ ഉദ്യോഗസ്ഥ ജയലത തുടങ്ങിയവർ സന്ദർശക സംഘത്തിന് നേതൃത്വം നൽകി. ഗ്രൂപ്പിന്റെ ആത്മ എക്സ്പോഷർ വിസിറ്റിന്റെ ഭാഗമായിട്ട് പെരിന്തൽമണ്ണ ബ്ലോക്കിൽ നിന്നും 3 കൃഷിഭവനുകൾ സംയോജിച്ച് ഞങ്ങൾ ഒരു വിസിറ്റിന് വേണ്ടി വന്നതായിരുന്നു. തിരുവമ്പാടി ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പല ഫീൽഡുകളും നമ്മളിവിടെ കണ്ടു. എല്ലാം ഒന്നിനൊന്ന് നല്ല ഫീൽഡുകളായിരുന്നു. കർഷകർക്കൊക്കെ ഒരുപാട് വിവരങ്ങളും അതുമാത്രമല്ല അതിനപ്പുറത്തേക്ക് അവരുടെ സംശയങ്ങൾക്കും ഒക്കെ ഒരുപാട് ഉത്തരങ്ങളും എല്ലാം നൽകിക്കൊണ്ട് നല്ലൊരു വിസിറ്റായിരുന്നു. ആർക്കും നമ്മളിത് റെക്കമെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള നമ്മുടെ അജു സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും നല്ല അസലായിട്ട് കാണിച്ചു തന്നു. ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. സാറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഫുഡ്. അതൊക്കെ ഗംഭീര ഫുഡായിരുന്നു. എല്ലാം നന്നായിരുന്നു. കോർഡിനേഷനും എല്ലാം നന്നായിരുന്നു. ടൈമിന് തന്നെ നമ്മുടെ എല്ലാം തീർത്തു തന്നു. കാഫ്റ്റ് കോർഡിനേറ്ററും തിരുവമ്പാടി ഫാം ടൂറിസം സൊസൈറ്റി പ്രസിഡന്റുമായ അജു എമ്മാനുവൽ, തിരുവമ്പാടി ഫാം ടൂറിസം സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ജെയ്സൺ പ്ലാത്തോട്ടം എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശകരെ സ്വീകരിച്ചു. ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകി. തിരുവമ്പാടി ലേക്ക് വ്യൂ ഫാം സ്റ്റേ, കോടഞ്ചേരി കണ്ണോത്ത് തുഷാരഹണി പ്രോസസിംഗ് യൂണിറ്റ്, ആനക്കാമ്പോയിൽ കാർമൽ ഫാം, ഗ്രീൻ വില്ലാസ് ഫാം, കല്ലോളിക്കൽ അഗ്രോ ഫാം, പുന്നക്കൽ താലോലം പ്രൊഡക്ട്സ്, പൊന്നാങ്കയം അക്വാപെറ്റ്സ് ഇന്റർനാഷണൽ, നെല്ലിപ്പോയിൽ വിങ്സ് ലാൻഡ് ബേർഡ്സ് പാർക്ക്, കോടഞ്ചേരി ഏദൻ ഗാർഡൻസ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം ഫാമുകളിൽ നിന്നും ലഭ്യമായ കാർഷിക പഠന വിവരങ്ങൾ, ഈ സർക്യൂട്ടിലെ നല്ല ആതിഥേയത്വം, മികച്ച ഭക്ഷണം എന്നിവയിൽ ഏറെ സംതൃപ്തി രേഖപ്പെടുത്തിയാണ് മടങ്ങിയത്. ഇന്ത്യയിലെ മികച്ച നാളികേര കർഷക പുരസ്കാരമടക്കം നിരവധി കർഷക അവാർഡുകൾ നേടിയ ഡൊമിനിക്കിന്റെ 7.5 ഏക്കർ കൃഷിയിടവും കൃഷിയിടത്തിടത്തിന്റെ മധ്യഭാഗത്തുകൂടി ഒഴുകുന്ന തോടും സംഘം സന്ദർശിച്ചു. ആനക്കാമ്പോയിലിലെ തന്റെ കൃഷിയിടങ്ങളെ തലോടി ഒഴുകുന്ന തോട് ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കാണ് സമാപിക്കുന്നത്. ഈ മനോഹര കാഴ്ചയും സംഘത്തിന് അവിസ്മരണീയമായ അനുഭവമായി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മംഗലത്ത്, സ്ഥിരം സമിതി അധ്യക്ഷ മൈമൂന ഹംസ, മെമ്പർമാരായ രാധാമണി, ഷഹാന SP, ദീപ ഷൈജോ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ മോഹൻ എന്നിവരടങ്ങിയ കമ്മിറ്റി സന്ദർശക സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.